ചിന്തകളിൽ മുഴുകിയതിനാൽ പിന്നെ സമയം കടന്നു പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഉച്ചയായപ്പോൾ വീടിൻ്റെ കോളിംഗ് ബെൽ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. ഡോർ തുറന്നു നോക്കിയപ്പോൾ അമ്മയാണ്. പിന്നെ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഓ, ഇന്ന് ഉച്ചവരെയാണല്ലേ അമ്മ? ഹാ, അതേടാ. അതും പറഞ്ഞ് അമ്മ അകത്ത് കയറി. അപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഞാൻ കണ്ടു. ഞാൻ എന്തോ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. എന്താണാവോ? ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ? അമ്മ ഓ പിന്നെ പോടാ വിടുന്ന്. ആ ഡാ, പിന്നെ നീ രാവിലെ പറഞ്ഞ കാര്യം അത് സത്യാട്ടോ. ഞാൻ ഏത് കാര്യമാ? അമ്മ എടാ, നീ പറഞ്ഞില്ലേ ഭംഗി കണ്ടാണ് നോക്കുന്നതെന്ന്. അത് സത്യമാ. ഞാനിന്ന് പലരുടെയും നോട്ടം ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് മേക്കപ്പും ലിപ്സ്റ്റിക്കും ചേരാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ നോക്കുന്നതാണെന്ന്. പക്ഷെ ഇപ്പോഴാണല്ലോ കാര്യം പിടികിട്ടിയത്. ഞാൻ ആഹാ, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് അത് മനസ്സിലായല്ലോ. സന്തോഷം. ഞാൻ ഒരു ചിരിയാലെ പറഞ്ഞു. അമ്മ നീ കഴിച്ചോടാ. ഞാൻ ഓ ഇല്ല, രാവിലത്തെ പുട്ടും കടലയുമല്ലേ എനിക്ക് വേണ്ട. അമ്മ ഓഹോ, ഇപ്പോൾ അതും വേണ്ടാതായോ നിനക്ക്? ഞാൻ അമ്മേ, നമുക്ക് ചിക്കൻ ബിരിയാണി വെച്ചാലോ? അമ്മ ചിക്കൻ ബിരിയാണിയോ? ഇപ്പോഴോ? അതൊന്നും വേണ്ട. ചിക്കനൊക്കെ ഇപ്പോൾ ഒടുക്കത്തെ വിലയാണെന്നേ. ഞാൻ ഓ, ഈ അമ്മയുടെ ഒരു പിശുക്ക്. അമ്മ നിനക്ക് ചിക്കൻ ബിരിയാണിയല്ലേ വേണ്ടത്? നമുക്ക് വെക്കാട്ടോ. ഇപ്പോഴല്ല, അടുത്ത മാസം 19-ാം തീയതി. അപ്പോഴാണല്ലോ നിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ വെക്കാം ബിരിയാണി. ഹാ, ബർത്ത്ഡേ എങ്കിൽ ബർത്ത്ഡേ, ഞാൻ നിരാശയോടെ പറഞ്ഞു. അമ്മ ഡാ, ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. അതും പറഞ്ഞ് അമ്മ കുളിമുറിയിൽ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ അടുക്കളയിൽ ചെന്നു. അമ്മ ഡാ, അപ്പോൾ നിനക്ക് പുട്ടും കടലയും വേണ്ടേ? ചോറ് വെച്ച് തരട്ടെ ഞാൻ ഹാ, ചോറെങ്കിൽ ചോറ്, ഞാൻ ആളിൽ നിന്നും ഉറക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കറി എന്ത് കൂട്ടും? അയ്യോ അമ്മ, കടലക്കറി എങ്ങാനും തരുമോ? ഞാൻ ചിന്തിച്ചു. പെട്ടെന്നാണ് പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടത്. കൊള്ളിക്കിഴങ്ങ്, പഴം എന്നൊക്കെ പറയുന്നു. ഞാൻ ജനാലയിൽ കൂടി എത്തി നോക്കി. അത് സത്താർക്കയായിരുന്നു. അവിടങ്ങളിൽ ഇടയ്ക്കിടെ ഉന്തുവണ്ടിയിൽ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആളായിരുന്നു സത്താർക്ക. ഞാൻ അയാളുടെ ഉന്തുവണ്ടിയിൽ നോക്കി. കിഴങ്ങും പഴങ്ങളുമൊക്കെ ഉണ്ട്. ഞാൻ അമ്മേ, ദേ കിഴങ്ങൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു, വാങ്ങുന്നോ? നമുക്ക് ചോറിന് കറി വെക്കാലോ. അമ്മ ആണോടാ, ഞാൻ ദേ വരുന്നു. അതും പറഞ്ഞ് അമ്മ ഉമ്മറത്തേക്ക് ചെന്ന് നിന്നു. അപ്പോൾ ഞാൻ ജനാലിൽ കൂടി നോക്കുമായിരുന്നു. അമ്മയെ കണ്ടതും സത്താർക്ക സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കുന്നു. അയാളുടെ ചിരിക്ക് എന്താ ഒരു വെളിച്ചം, ഞാൻ ചിന്തിച്ചു. അമ്മ കപ്പയ്ക്ക് എത്രയാ സത്താർക്ക? സത്താർക്ക ഓ, കിലോയ്ക്ക് 10 രൂപയേ ഉള്ളൂ. അമ്മ ആണോ, എന്നാൽ പിന്നെ 1 കിലോ എടുത്തോ. അതും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. സത്താർക്ക എന്താ ടീച്ചറെ, ഇന്ന് വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഇന്ന് നിങ്ങളെ കാണാനും ഒരു പ്രത്യേക മൊഞ്ചുണ്ട് കേട്ടോ. സത്താർക്ക അങ്ങനെ പറഞ്ഞതും അവിടെ സാധനങ്ങൾ വാങ്ങാൻ കൂടി നിന്നിരുന്ന ഞങ്ങളുടെ പരദൂഷണക്കാരായ അയൽവാസികൾ അമ്മയെയും അയാളെയും പുച്ഛഭാവത്താലെ നോക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്കൊക്കെ ഇപ്പോഴും അസൂയ തന്നെയാണല്ലോ. കഷ്ടം, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും അപ്പോൾ അമ്മയുടെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി. പെട്ടെന്ന് ഒരാൾ ഇടയിൽ കയറി. വസുമതി ആൻറ്റി. അതെന്താ സത്താറെ, അവൾക്ക് മാത്രമേ ഉള്ളോ മൊഞ്ച്, ഞങ്ങൾക്കുമില്ലേ? അവർ അങ്ങനെ പറഞ്ഞതും പിന്നെ അവിടെ കൂട്ടച്ചിരിയായി. അമ്മയും ചെറുതായി ഒന്ന് ചിരിച്ചു കാട്ടി. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മ, ഇക്ക ഒന്ന് വേഗം എടുത്തു തരാവോ? അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ.
അമ്മ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. അസൂയാലുക്കളായ അയൽവാസികൾ പറഞ്ഞ് കാര്യം വഷളാക്കുമെന്ന് അമ്മയ്ക്കറിയാം. സത്താർക്ക, ഇതാ ടീച്ചറെ, പിന്നെ കുറച്ച് അധികം വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ശരിക്ക, താങ്ക്സ് എന്നും പറഞ്ഞ് കാശും കൊടുത്ത് വേഗം വീട്ടിലോട്ട് നടക്കുന്നു. അപ്പോൾ അവിടെ കൂടി നിന്നവരൊക്കെ അമ്മയെയും സത്താർക്കയും നോക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അതെന്താ സത്താറെ, ഞങ്ങൾക്ക് അധികം വെച്ചില്ലല്ലോ. അമ്മയാണെങ്കിൽ അതൊന്നും കേട്ടില്ലെന്ന മട്ടിൽ വീട്ടിലോട്ട് നടന്നു. അങ്ങനെ അമ്മ വീട്ടിലേക്ക് കയറി. അമ്മ, ഇന്ന് അവൾമാർക്കൊക്കെ ഇളക്കം കൂടുതലാണല്ലോ, വല്ലാത്ത അസൂയയും കുശുമ്പും തന്നെ, അമ്മ സ്വയം പറഞ്ഞു. അത് കേട്ട് എനിക്ക് ചിരി വന്നു. അത് പിന്നെ അസൂയ തോന്നാതിരിക്കുമോ? അമ്മാതിരി സൗന്ദര്യമല്ലേ അവരുടെ മുൻപിൽ പോയി നിന്നത്. ഞാനത് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് നാണം. അമ്മ, പിന്നെ എന്ത് സൗന്ദര്യം, അവരൊക്കെ എന്താ സിനിമാ നടിമാരെയൊന്നും കാണാനിട്ടാണോ? അതൊക്കെ പോട്ടെ, ഇവിടെ തന്നെ രാവിലെ കുളിച്ചൊരുങ്ങി കോളേജിലേക്ക് പോകുന്ന എത്ര സുന്ദരിമാരുണ്ട്, അവരെയൊന്നും കണ്ടിട്ടില്ലേ ഇവളുമാർ? അതൊക്കെ ശരി തന്നെയാ, പക്ഷേ അമ്മേ, എന്ത് പറഞ്ഞാലും അമ്മ വേറെ ലെവൽ തന്നെയാട്ടോ. അത് കേട്ടതും അമ്മ ചിരിച്ചു. പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അമ്മ, അപ്പോൾ നിനക്ക് മുട്ടും കടലയും വേണ്ട അല്ലേ? കടലക്കറി ഫ്രിഡ്ജിൽ വെച്ചേക്കാം, കേടായില്ലെങ്കിൽ നാളെ എടുക്കാം. ഈ അമ്മയുടെ ഒരു കാര്യം, അതെടുത്ത് കള അമ്മേ, നാളെ വേറെ ഉണ്ടാക്കാം. അങ്ങനെ അടുക്കളയിൽ പാചക കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിച്ചു. കൂടെ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വൈകുന്നേരമായി. പിന്നെ വൈകിട്ടത്തെ ചായയും പലഹാരവും കഴിക്കാൻ രാത്രിയുമായി. പിന്നെ രാത്രിയിൽ ഞാനും അമ്മയും ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ സുഭാഷാണ്. സംസാരം അമ്മ കേൾക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഫോണും എടുത്ത് എൻ്റെ മുറിയിലേക്ക് ചെന്നു. എടാ പറയടാ. സുഭാഷ്, എടാ ഇന്ന് പൊളിച്ചോട്ടോ. സത്യമാണോ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. സുഭാഷ്, അതേടാ, ആ ചേച്ചിക്ക് എന്നെ വലിയ കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അതും പറഞ്ഞ് വീണ്ടും നായകൻ്റെ ഭാവത്തിലുള്ള ചിരി. എടാ, എന്നാലും നിൻ്റെയൊക്കെ ഒരു യോഗം. നിൻ്റെ തലയിൽ വരച്ച വടി കൊണ്ട് എൻ്റെ എവിടെയെങ്കിലും വരച്ചാൽ മതിയായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. സുഭാഷ്, എടാ പിന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? എടാ അതങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. സുഭാഷ്, അത് മതി, എല്ലാം പഠിക്ക്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായാൽ മതി. അങ്ങനെ സംസാരിച്ച് പഠിച്ച് പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്. അത് ഒരു വലിയ ടെസ്റ്റായിരിക്കും, നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ, കേട്ടോ? ശരി. സുഭാഷ്, എന്താടാ ഒരു ഉന്മേഷമില്ലാത്ത? അമ്മ ആയതുകൊണ്ടാണോ? എടാ, അമ്മ നല്ല സുന്ദരിയാടാ, പിൻസിയെ പോലെ തന്നെയാ. നിൻ്റെ നാണവും ചമ്മലുമൊക്കെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിനക്ക് ടെൻഷനില്ലാതെ സംസാരിക്കാമല്ലോ. അതേടാ, അതെനിക്ക് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്, സുന്ദരിയാണ്. അതും പറഞ്ഞായിരുന്നല്ലോ ഇന്ന് അയൽവാസികൾ അമ്മയെ പരിഹസിച്ചത്. അങ്ങനെ ഞാൻ അന്ന് ഉച്ചയ്ക്കുണ്ടായ സംഭവം അവനോട് പറഞ്ഞു കൊടുത്തു. സുഭാഷ്, എടാ നീ അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ അവർക്ക് വെറും അസൂയ മാത്രമാണ്. അതേടാ, എനിക്കറിയാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. അതേസമയം സുഭാഷ് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇവൻ്റെ അമ്മ ആളൊരു നല്ല സുന്ദരി തന്നെയാണ്. സത്യം പറഞ്ഞാൽ അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ വളച്ച പെണ്ണുങ്ങളൊക്കെ മാറി നിൽക്കും. അത്രയ്ക്കൊണ്ട് ഇവൻ മുൻപിലുണ്ടായിപ്പോയി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഒന്ന് മുട്ടാമായിരുന്നു. പലപ്പോഴും വീയാതിരിക്കില്ല. ഇവൻ്റെ അച്ഛൻ നാട്ടിലില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഇത് അവർക്കും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവരും ആർക്കെങ്കിലുമായി കാത്തിരിക്കുകയാണെങ്കിലോ. നേരത്തെ കഴിച്ചതാണെങ്കിലും നല്ല വിശപ്പ് തോന്നി. അവിടുന്ന് ബിരിയാണി കഴിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ.
അതൊക്കെ ഓർത്തപ്പോൾ സുഭാഷിൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു. ഞാൻ എടാ എടാ സുഭാഷേ, എവിടെ നീ? ഫോണും വെച്ച് പോയോടാ? ഞാൻ ഉറക്കെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. സുഭാഷ്: ആ എടാ, അത് പിന്നെ എനിക്ക് ചെറുതായി ഉറക്കം വന്നു. അതാ, ഇന്ന് ഭയങ്കര പരിപാടിയല്ലായിരുന്നോ അതിൻ്റെയാ? സുഭാഷ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഞാൻ അതെ അതെ, ഇപ്പോൾ കൂടെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്ന ഒരു സെലിബ്രിറ്റി നീ മാത്രമാണ് നമ്മുടെ കോളേജിൽ. അതും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിച്ചു. അവനും ചിരിച്ചു. അല്ലെങ്കിലും അവനെ ആരെങ്കിലും പുകഴ്ത്തി പറയുന്നത് അവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവൻ അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും എന്നോട് വിശദീകരിക്കാൻ തുടങ്ങി. സാധാരണ ക്ലാസ്സിൽ വെച്ചാണ് കഥ പറയാറ്. അന്ന് ഫോണിൽ വെച്ച് തന്നെ എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ എനിക്കും വല്ലാതായി. കഥ കേട്ട് ത്രില്ലടിച്ച് അങ്ങനെ ഇരുന്നു പോയി. സുഭാഷ്: എടാ. ഞാൻ: ആ പറയടാ, കേൾക്കുന്നുണ്ട്. സുഭാഷ് എന്ന് നീട്ടി മൂളി. പിന്നെ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ: എടാ, കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ: പറയടാ. സുഭാഷ്: എടാ, ഞാൻ ആലോചിക്കുമായിരുന്നു നിനക്ക് ഇപ്പോൾ ഒരു ടാസ്ക് തന്നാലോ എന്ന്. ഞാൻ: ടാസ്കോ? എന്ത് ടാസ്ക്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. സുഭാഷ്: എടാ, നീ ഇന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ച സ്ഥിതിക്ക് നിനക്കിപ്പോൾ ഒരു ടാസ്ക് തന്നാലോ എന്ന്. ഞാൻ: ഈ രാത്രിയിലാണോ നിന്റെ ടാസ്ക്? ആ പറ, കേൾക്കട്ടെ. അങ്ങനെ സുഭാഷ് ടാസ്ക് പറഞ്ഞു. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. അവൻ പറഞ്ഞത് കേട്ട് ആദ്യം അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയെങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. എങ്കിലും മനസ്സിൽ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഫോൺ വെച്ചു ഞാൻ കിടന്നു. ഞാൻ അപ്പോഴും ചിന്തിക്കുകയായിരുന്നു അവൻ പറഞ്ഞ കാര്യം. അങ്ങനെ ചിലത് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് ലൈറ്റ് ഇട്ടു. എൻ്റെ മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെ ലൈറ്റൊക്കെ ഓഫാണ്. ഞാൻ ലൈറ്റ് ഇട്ടു. അവിടെ നിന്നും നോക്കിയാൽ അമ്മയുടെ മുറി കാണാം. ഡോറിന് താഴേക്ക് നോക്കിയപ്പോൾ മുറിയിലെ ലൈറ്റൊക്കെ ഓഫാണ്. അമ്മ ഉറങ്ങിക്കാണും, ഞാൻ ചിന്തിച്ചു.